10 വർഷക്കാലത്തെ അഭിമാനകരമായ നേട്ടങ്ങളെ സംബന്ധിച്ച് ആവേശത്തോടുകൂടി ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രസംഗിക്കുമ്പോഴും അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നമായ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും അതുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയെ സംബന്ധിച്ചും ഒന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. 25 കോടി പേർ പട്ടിണി രേഖയ്ക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും 80 കോടിയിലധികം വരുന്ന പേർക്ക് ഇപ്പോഴും സൗജന്യ റേഷൻ നൽകുന്ന സ്ഥിതിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊപ്രൈറ്റി, ഭരണഘടനാപരമായിട്ടുള്ള മര്യാദയുടെ ലംഘനമാണ് സത്യത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് വിശദമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞത് ഒരിക്കലും അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പറൈറ്റിക്ക് ചേർന്നതല്ല. തെരഞ്ഞെടുപ്പിൽ ജയാപജയങ്ങൾ ഉണ്ടാകാം, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നൊക്കെ പറയാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിൻ്റെ വിശദമായിട്ടുള്ള ബഡ്ജറ്റ്, എല്ലാ ഉള്ളടക്കത്തോടും കൂടിയിട്ടുള്ള വിശദമായ ബഡ്ജറ്റ് 2025 ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്ന് നിലവിലുള്ള ധനമന്ത്രി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായി ഭരണഘടനാപരമായി ലഭിച്ച ഒരു അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. അതൊരു സാമാന്യ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അമിതമായ വിശ്വാസമാണ് BJP ഇതിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും ബഡ്ജറ്റ് എന്ന നിലയിൽ ചർച്ചയ്ക്ക് പോലും വിഷയീഭവിപ്പിക്കാൻ ഒന്നുമില്ലാത്ത കേവലം ഒരു പ്രസംഗമായി പരിമിതപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക്, ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ വേണ്ടി പോലും ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ടാക്സ് പ്രപ്പോസൽസിൽ മാറ്റമുണ്ടാകാതിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പൂർണ്ണമായ വർഷത്തേക്കുള്ള ടാക്സ് പ്രഖ്യാപനമാണ് നടത്തേണ്ടത്. ആ കാര്യത്തിൽ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിലവിലുള്ള സ്കീംസിൽ കേവലമായിട്ടുള്ള ചില ഭേദഗതിയെങ്കിലും ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിച്ചു. ആ പദ്ധതികളിലൊന്നും കാര്യമായിട്ടുള്ള ഭേദഗതി ഒന്നും ഉണ്ടായില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 വർഷക്കാലത്തെ അഭിമാനകരമായ നേട്ടങ്ങളെ സംബന്ധിച്ച് ആവേശത്തോടുകൂടി ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രസംഗിക്കുമ്പോഴും അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നമായ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും അതുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയെ സംബന്ധിച്ചും ഒന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് 25 കോടി പേരെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അതായത് നീതി ആയോഗിൻ്റെ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 25 കോടി പേർ പട്ടിണി രേഖയ്ക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും 80 കോടിയിലധികം വരുന്ന പേർക്ക് ഇപ്പോഴും സൗജന്യ റേഷൻ നൽകുന്ന സ്ഥിതിയാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും വിശദീകരണവും ഇപ്പോഴുമില്ല. കഴിഞ്ഞ ബഡ്ജറ്റ് ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ചതാണ് ഈ പ്രശ്നത്തെ സംബന്ധിച്ച്. അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇന്നും പറഞ്ഞത് 80 കോടിയിലധികം പേർക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി തുടരുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ 25 കോടി പേരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. നീതി ആയോഗിൻ്റെ ഇതായിട്ട് അതനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പുതിയ കണക്കനുസരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന അവകാശവാദം തികച്ചും കോൺട്രഡിക്ടറിയാണ്, പരസ്പര വിരുദ്ധമാണ്. അത് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതാണ് സത്യത്തിൽ ആ കാര്യം.